ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025-26 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കറന്റ് അഫയേഴ്സുമാണ്. കൂടാതെ ചില പോർട്ടലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. പോഷകാഹാരം, ആരോഗ്യം, ECCE, ശിശുക്ഷേമം, സ്ത്രീ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സന്നദ്ധ സംഭാവനകൾ ഏകീകരിക്കാൻ വികസിപ്പിച്ച പോർട്ടൽ ഏത്? പോഷകാഹാരം, ആരോഗ്യം, ECCE, ശിശുക്ഷേമം, സ്ത്രീ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സന്നദ്ധ സംഭാവനകൾ ഏകീകരിക്കാൻ വികസിപ്പിച്ച പോർട്ടൽ ഏത്? പങ്കുടി പോർട്ടലാണ് പോഷകാഹാരം, ആരോഗ്യം, ECCE, ശിശുക്ഷേമം, സ്ത്രീ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സന്നദ്ധ സംഭാവനകൾ ഏകീകരിക്കാൻ വികസിപ്പിച്ച പോർട്ടൽ. പോക്സോ നിയമത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായി സുപ്രീം കോടതി നിർദ്ദേശിച്ച ചട്ടം ഏത്? പോക്സോ നിയമത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായി സുപ്രീം കോടതി നിർദ്ദേശിച്ച ചട്ടം ഏത്? റോമിയോ ജൂലിയറ്റ് ചട്ടമാണ് പോക്സോ നിയമത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായി സുപ്രീം കോടതി നിർദ്ദേശിച്ച ചട്ടം. ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏത്? ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏത്? ക്രിയേറ്റേഴ്സ് കോർണർ ആണ് ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പ്ലാറ്റ്ഫോം. സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ജീവനക്കാരുടെ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ജീവനക്കാരുടെ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ് സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ജീവനക്കാരുടെ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മേഘാലയ ആണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്താണ് ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളമാണ് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ MLFF ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ MLFF ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ MLFF ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 2025 ഓഗസ്റ്റിൽ
കനുനി സഹയോഗ് അഭിയാൻ ആരംഭിച്ച സംസ്ഥാനം? 2025 ഓഗസ്റ്റിൽ കനുനി സഹയോഗ് അഭിയാൻ ആരംഭിച്ച സംസ്ഥാനം സിക്കിമാണ് 2025 ഓഗസ്റ്റിൽ കനുനി സഹയോഗ് അഭിയാൻ ആരംഭിച്ച സംസ്ഥാനം. 2025 മെയ് മാസത്തിൽ പുഷ്കർ കുംഭമേള 2025 നടന്നത് ഏത് സംസ്ഥാനത്താണ്? 2025 മെയ് മാസത്തിൽ പുഷ്കർ കുംഭമേള 2025 നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് 2025 മെയ് മാസത്തിൽ പുഷ്കർ കുംഭമേള 2025 നടന്നത്. ജിഞ്ചർ ക്യാപിറ്റൽ ഇഞ്ചി തലസ്ഥാനം ആയി നീതി ആയോഗ് പ്രഖ്യാപിച്ച സംസ്ഥാനം? ജിഞ്ചർ ക്യാപിറ്റൽ ഇഞ്ചി തലസ്ഥാനമായി നീതി ആയോഗ് പ്രഖ്യാപിച്ച സംസ്ഥാനം മിസോറാമാണ് ജിഞ്ചർ ക്യാപിറ്റൽ ഇഞ്ചി തലസ്ഥാനമായി നീതി ആയോഗ് പ്രഖ്യാപിച്ച സംസ്ഥാനം. ഹോൺബിൽ ഉത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഹോൺബിൽ ഉത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ് ഹോൺബിൽ ഉത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം? ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ് ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം. 2025 കണക്കു പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന വിലകയറ്റ തോത് രേഖപ്പെടുത്തിയ സംസ്ഥാനം? 2025 കണക്കു പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന വിലകയറ്റ തോത് രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് 2025 കണക്കു പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന വിലകയറ്റ തോത് രേഖപ്പെടുത്തിയ സംസ്ഥാനം. 2026 ജനുവരിയിൽ സരോഗ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം? 2026 ജനുവരിയിൽ സരോഗ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് 2026 ജനുവരിയിൽ സരോഗ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം. RBI റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുള്ളത്? RBI റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുള്ളത് മഹാരാഷ്ട്രയാണ് RBI റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനമായി മാറിയത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനമായി മാറിയത് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനമായി മാറിയത്. ഇന്ത്യയിൽ പുതിയതായി മണ്ണ് തടാകം നിലവിൽ വന്ന സംസ്ഥാനം? ഇന്ത്യയിൽ പുതിയതായി മണ്ണ് തടാകം നിലവിൽ വന്ന സംസ്ഥാനം മേഘാലയയാണ് ഇന്ത്യയിൽ പുതിയതായി മണ്ണ് തടാകം നിലവിൽ വന്ന സംസ്ഥാനം. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധി നടപ്പാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധി നടപ്പാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം കർണാടകയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധി നടപ്പാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.